നമസ്കാരം. വെറും വാക്കുകൾ കൊണ്ട് ഒരു ഭരണകൂടത്തെ മുഴുവൻ വിറപ്പിച്ച ആ 26-കാരൻ ആരാണ്? ഒരു വലിയ സമരം പൊളിക്കാൻ സർക്കാരും മാധ്യമങ്ങളൊക്കെ ഒന്നിച്ചു നിന്നപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് അതിനെ അതിജീവിച്ച ഒരു മാസ്റ്റർ മൈൻഡ് ഈ രാജ്യത്തുണ്ടായി. ഇത്തരം ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി വളഞ്ഞ മാധ്യമങ്ങൾ ഒരു വശത്ത് അവർ നിൽക്കുമ്പോൾ അടിച്ചമർത്താൻ നോക്കുന്ന ഭരണകൂടം മറുവശത്തുണ്ട്. ഇവയെല്ലാം അസാമാന്യമായ സംയമനത്തോടെയും ബുദ്ധിശക്തിയോടെയും നേരിട്ട കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ആ 26-കാരൻ നേതാവിനെ നിങ്ങൾക്കറിയാമോ? ഭരണവർഗത്തിന്റെ കോട്ടകളെ തകിടം മറിച്ച ആശയങ്ങൾ കൊണ്ട് പോരാടിയ ആ ചെറുപ്പക്കാരനാണ് ഇന്നത്തെ താരമായി മാറിയിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ചൂടിൽ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഉറ്റുനോക്കിയ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഒരു വശത്ത് സമരം പൊളിക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി നിൽക്കുന്ന ഭരണകൂട സംവിധാനങ്ങളുണ്ട്. മറുവശത്ത് സമരക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഉത്തരം മുട്ടിക്കാനായി സമരം വഴിതിരിച്ചു വിടാനും വന്നെത്തി നിൽക്കുന്ന കുഴക്കുന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളുണ്ട്. ആ വലിയ കൊടുങ്കാറ്റിലും തരുമ്പിലും പതറാതെ അപാരമായ സംയമനത്തോടെയും കൃത്യതയോടെയും മാധ്യമങ്ങളെ നേരിട്ട കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ആ ആശയവിനിമയ മാസ്റ്റർ മൈൻഡിന്റെ പേരാണ് സൗരവ് ദാസ്. ഏതൊരു സമരത്തിന്റെയും ആയുസ്സും വിജയവും നിർണയിക്കുന്നത് അതിലെ ആശയവിനിമയ മികവാണ് എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഡൽഹിയിൽ ചരിത്രപരമായ ഒരു പ്രക്ഷോഭം കത്തിപ്പടരുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നത് വലിയ വലിയ സമരങ്ങൾ നയിച്ച് ഒട്ടും പരിചയമില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. സകല വശത്തു നിന്നും ആക്രമണം നേരിട്ട ആ ഘട്ടത്തിലാണ് അഭിജിത് ദീപ്കെ സൗരവ് ദാസിനെയും അശുതോഷ് റാങ്കയെയും തന്റെ സഹപ്രവർത്തകരെ ആശയവിനിമയത്തിന്റെ മുൻനിരയിലേക്ക് നിയോഗിക്കുന്നത്. അവിടെയാണ് സൗരവ് ദാസ് എന്ന പത്രപ്രവർത്തകന്റെയും പോരാളിയുടെയും കമ്മ്യൂണിക്കേഷൻ മിടുക്ക് ലോകം കണ്ടത്. പ്രകോപനപരമായ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ വൈകാരികമായി പ്രതികരിക്കാതെ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയും അളന്നു മുറിച്ച വാക്കുകളും നയതന്ത്ര മികവും പുലർത്താൻ സൗരവിന് സാധിച്ചു എന്നാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വക്താക്കൾ ഇടറിയ സമരം തകരുമെന്ന തിരിച്ചറിവോടെ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ ജനങ്ങളിലേക്കും തരുമ്പും ചോർന്നു പോകാതെ എത്തിക്കാൻ സൗരവിന്റെ വാക്ചാതുരിക്ക് കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. എന്നാൽ ഈ വാർത്താവിനിമയ മിടുക്ക് പെട്ടെന്നൊരു നാൾ ഉണ്ടായതല്ല കേട്ടോ. സൗരവിന് തന്റെ 18-ാം വയസ്സിൽ വിവരാവകാശ നിയമത്തിലൂടെ പോരാട്ടം തുടങ്ങിയ വ്യക്തിയാണ് സൗരവ്. അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസ്റ്റിൽ ബിരുദം നേടി 2020 സ്വതന്ത്ര അന്വേഷണാത്മക പത്രപ്രവർത്തന രംഗത്ത് സ്വന്തമായ ഒരിടം സൗരവ് നേടിയെടുത്തിരുന്നു. നിയമവ്യവസ്ഥയും ഭരണകൂട സുതാര്യതയും നീതിയും ഒക്കെ തന്നെയായിരുന്നു സൗരവിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ദ കാരവൻ, വയർ, അൽ ജസീറ, ദ ഹിന്ദു തുടങ്ങിയ പ്രമുഖ ആഗോള ദേശീയ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മുമ്പ്. മാധ്യമ പ്രവർത്തനത്തിന് പുറമെ പൊതു താല്പര്യ ഹർജികളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടുകയും ചെയ്തു സൗരവ്. വാക്കുകൾ കൊണ്ട് പ്രതിരോധം തീർക്കാനും പ്രതിസന്ധികളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും സാധിക്കും എന്ന് തെളിയിച്ച സൗരവ് ദാസ് ആശയവിനിമയം എന്ന കലയിലൂടെ ഒരു വലിയ പ്രക്ഷോഭത്തെ നയിച്ച ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ യുവശബ്ദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. താങ്ക് യു.